എജ്യുവേറ്റ് ഈസി ലേണിംഗ് ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസിൽ ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ് 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എത്രയാണ്? അപ്പോൾ 25ൻ്റെ സ്ക്വയർ കൊണ്ട് 4ൻ്റെ സ്ക്വയർ കൊണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 25 ഇൻറ്റു 4 ഹോൾ സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 25നെ ആദ്യം എന്ത് ചെയ്യുക? 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 25 ഇൻറ്റു 4 എന്താണ്? 100. 100ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 100ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഇടുക. 1ന് ശേഷം എത്ര സീറോ ഇടേണ്ടി വരും? 2 സീറോ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. അപ്പോൾ 4 സീറോ ഇടുക. അപ്പോൾ നമ്മളുടെ ആൻസർ എത്ര കിട്ടും? 10,000 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യമാണ് 48 km/മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും? അപ്പോൾ വേഗതയും ദൂരം തമ്മിലുള്ളതാണ്. അപ്പോൾ ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയമാണ്. അപ്പോൾ ഇതെല്ലാവരും പഠിച്ച് വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് യൂണിറ്റ് എല്ലാം സെയിം ആണോ എന്നുള്ളതാണ്. നമുക്ക് തന്നിട്ടുള്ള വേഗത km/മണിക്കൂറാണ്. മണിക്കൂറിൽ തന്നെയാണ് സമയം തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? വാല്യൂ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. 48 ഇൻറ്റു 5 48 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 240 കിലോമീറ്റർ. അപ്പോൾ ദൂരം കിട്ടി. അടുത്ത ചോദ്യം 13/7 16/7 19/7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം ഏത്? അപ്പോൾ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക 7ആണ്. അപ്പോൾ 7 കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഹരിക്കാൻ പറ്റുന്നൊരു നമ്പർ ആയിരിക്കും അല്ലേ ആ മുകളിൽ അംശമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ അംശത്തിൻ്റെ പ്രത്യേകത നോക്കൂ. എല്ലാം എന്താണ്? 3 3 അല്ലേ? അതായത് 13ൻ്റെ കൂടെ 3 കൂട്ടി 16ൻ്റെ കൂടെ 3 കൂട്ടി. അപ്പോൾ 3 കൂട്ടി വരാം. അങ്ങനെ കൂട്ടി വരുമ്പോൾ ആദ്യത്തെ ഏതാണെന്നുള്ളത്. അപ്പോൾ അത് എന്തായാലും 7ൻ്റെ ഒരു ഗുണിതമായിരിക്കുമല്ല. 7ൻ്റെ ഗുണിതം ഏതൊക്കെയാണെന്നറിയാം. 7 14 21. അപ്പോൾ ഇതിനകത്ത് ഏതാ വരിക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 3 മുകളിൽ കൂട്ടി വരാം. അപ്പോൾ 13ൻ്റെ കൂടെ 3 കൂട്ടി 16 കിട്ടി. 16ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 19 കിട്ടും. 19ൻ്റെ കൂടെ എന്ത് ചെയ്യുക? 3 കൂട്ടുക. 22ആണ്. 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 25. അതും ഒരു മൾട്ടിപ്പിൾ അല്ല. അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ 28 കിട്ടുന്നുണ്ട്. 28 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. അടുത്തത് ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടം ഉണ്ടായി എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്രയാണ്? അപ്പോൾ നമുക്ക് വിറ്റ വില കാണാനുള്ള ഇക്വേഷൻ അറിയാം. വാങ്ങിയ വിലയുടെ കൂടെ എത്രയാണ് നഷ്ടം വന്നത്? അത് 100ൽ നിന്ന് കുറയ്ക്കുക. 100 മൈനസ് ആ നഷ്ടശതമാനം ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വിറ്റ വില കിട്ടും. അപ്പോൾ ഇതിനകത്ത് വിറ്റ വില തന്നിട്ടുണ്ട്, നഷ്ടം എത്ര ശതമാനമാണെന്നുള്ളത് തന്നിട്ടുണ്ട്, വാങ്ങിയ വിലയാണ് കാണേണ്ടത്. അപ്പോൾ CP അല്ലേ ഈക്വൽ ടു വിറ്റ വില എത്രയാണ്? SP ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എത്രയാണോ നഷ്ടം വന്നത് ആ നഷ്ടം എഴുതുക. അപ്പോൾ SP എന്ന് പറയാൻ നമുക്കിവിടെ എത്രയാണ്? 700 ആണ്. ഇൻറ്റു 100 ബൈ 100ൽ നിന്ന് 30 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 70. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1000. അപ്പോൾ വാങ്ങിയ വില എത്രയാണ്? 1000 രൂപ. അടുത്തത് സ്കൂൾ അസംബ്ലിയിൽ 10A ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും 25ാമതും പിന്നിൽ നിന്നും 13ാമതുമാണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേർ? അപ്പോൾ ഒരാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത് അല്ലേ? 25ാമതും 13. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ആദ്യം കൂട്ടുക. 38 കിട്ടും. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 37. അപ്പോൾ ആകെ പേര് 37. അടുത്ത ചോദ്യം √0.111 ഇൻറ്റു 0.444 എക്സെട്ര എന്നുള്ളത് അതിന് തുല്യമായത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ട്രിക്കാണ്. 1ൻ്റെ റൂട്ട് എത്രയാണ്? 1 ആണ്. 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. അപ്പോൾ 1 × 2 എന്ത് വരും? 2 വരും. അപ്പോൾ ഇവിടെ എല്ലാം പോയിൻ്റ് ആയതുകൊണ്ട് 0.222 എക്സെട്ര. ഇതാണ് അതിൻ്റെ ആൻസർ. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാണ്? അപ്പോൾ ഇതെല്ലാം എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ ഇത് ഒരു ഈസി മെത്തേഡാണ്. ആദ്യത്തെയും അവസാനത്തെയും പദം കൂട്ടുക. അപ്പോൾ 100ഉം 1ഉം കൂടെ കൂട്ടുക. 101 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50.5.
രാജുവിന് അവൻ്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാകും എങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്ര? അപ്പോൾ രാജു ഉണ്ട്, രാജുവിൻ്റെ അനിയനും ഉണ്ട് അല്ലേ. അപ്പോൾ രാജുവിൻ്റെ അനിയൻ്റെ വയസ്സ് നമ്മൾ എക്സ് എന്നെടുക്കുകയാണെങ്കിൽ രാജുവിന് എത്രയായിരിക്കും വരിക? 10 വയസ്സ് കൂടുതലല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 10. ഇനി 5 വർഷം കഴിയുകയാണ് അല്ലേ. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? രണ്ടിനെയും കൂടെ എന്ത് കൂട്ടാം? 5 കൂട്ടാം. അപ്പോൾ എക്സ് പ്ലസ് 15 എന്നാവും. അനിയൻ്റെ വയസ്സ് എക്സ് പ്ലസ് 5 എന്നാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജുവിൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാവും എന്നല്ലേ പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 15 എന്ന് പറയുന്നത് 2 ഓഫ് എക്സ് പ്ലസ് 5ന് ഈക്വൽ ആവും. ഇനി ഇത് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് 15 ഈക്വൽ ടു 2നെ കൊടുക്കുക. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 5 10. അപ്പോൾ 2x മൈനസ് എക്സ് ഈക്വൽ ടു 15 മൈനസ് 10 എന്നാവും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തോരും? എക്സ് ഈക്വൽ ടു 5. നമുക്ക് രാജുവിൻ്റെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ് പ്ലസ് 10 അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 5ആണ്. 5 പ്ലസ് 10 15. അപ്പോൾ രാജുവിൻ്റെ വയസ്സ് 15. അടുത്തത് ബന്ധം മനസ്സിലാക്കാനുള്ളതാണ്. 6ൻ്റെ നേർക്ക് 210 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 10ൻ്റെ നേർക്ക് എന്താ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ സ്ക്വയർ ക്യൂബ് റിലേറ്റഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 6ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. 216 നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ? 6 മൈനസ് ചെയ്തു. അങ്ങനെയാണ് 210 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10ൻ്റെ ക്യൂബ് കാണാം. അപ്പോൾ 10ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം ഇട്ടാൽ മതി? 3 പൂജ്യം ഇടുക. അതിൽ നിന്ന് 10 മൈനസ് ചെയ്യുക. 990 എന്ന് കിട്ടും. 100 ഇൻറ്റു 83 ഇൻറ്റു 39ന് 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്യുക? ഇത് ഗുണിച്ച് 9 കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസിയാണ്. ഓരോന്നിനെയും തനിയെ 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 100നെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 99. ബാക്കി എത്ര വരുന്നുണ്ട്? ശിഷ്ടം 1 വരും. ഇനി 83നെയും ഇതേപോലെ എന്ത് ചെയ്യുക? 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 81 കഴിഞ്ഞ് ശിഷ്ടം 2 വരും. ഇനി 39നെയും എന്ത് ചെയ്യുക? 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 36 കഴിഞ്ഞ് ബാക്കി എത്ര വരും? 3 വരും. ഈ ശിഷ്ടങ്ങളെല്ലാം കൂടെ കൂട്ടുക. 1 + 2 + 3 നമുക്ക് എന്ത് കിട്ടും? 6. അടുത്ത് നമ്മൾ ചെയ്ത് നോക്കി ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതെല്ലാ നമ്പറും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ 30 ചെയ്യാം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 402. 402 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13.4 ആണ്. അടുത്ത സംഖ്യ ഇത് -2, 1, 6, 13. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. അപ്പോൾ -2, 1 നമ്മളുടെ ഡിഫറൻസ്, അതായത് 1ൽ നിന്ന് -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3. ഇനി 6ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5. 13ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 7. അപ്പോൾ ഈ 3, 5, 7 എന്ന് പറയുന്ന ഒറ്റ സംഖ്യയല്ലേ. അപ്പോൾ അടുത്ത ഒറ്റ സംഖ്യ എന്താണ്? 9. അപ്പോൾ 13ൻ്റെ കൂടെ 9 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 22. 8/125 തുല്യമായത് ഏത്? അപ്പോൾ ഉത്തരം നോക്കുക. എല്ലാം 64 ആണ്. അപ്പോൾ 8നെ 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 64 കിട്ടുന്നത്. അപ്പോൾ അംശത്തിനെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുന്നു, ഛേദത്തിനും അതുകൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 125 × 8 ചെയ്യാം. അപ്പോൾ 8 64 ആണ്. 125നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 1000 കിട്ടും. അപ്പോൾ എങ്ങനെയാണ്? താഴെ എത്ര 0 ഉണ്ടോ അത്രയും പ്ലേസ് കഴിഞ്ഞ് നമ്മൾ ഡെസിമൽ ഇടണം. അപ്പോൾ 1, 2, മൂന്നാമത്തെ പ്ലേസിൽ നമ്മൾ എന്തിടുക? 0 ഇടുക. 0.0. അപ്പോൾ 0.064. അടുത്തത് ബോട്ട് മാസ് വെച്ച് ചെയ്യുന്ന ഒരു കണക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം മൾട്ടിപ്പിൾ ചെയ്യാം. 3 × 25 75 മൈനസ് 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 പ്ലസ് പിന്നെ 10ൽ നിന്ന് 18 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? -8. അപ്പോൾ 75 -8 എന്ത് വരും? -16. അപ്പോൾ 75ൽ നിന്ന് 16 പോയി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആൻസർ 59. 225 മീറ്റർ നീളമുള്ള തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഇതൊരു വേഗതയും ദൂരവും തമ്മിലുള്ള കണക്ക് തന്നെയാണ്. ഇതിൽ നമ്മൾ യൂണിറ്റ് ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ വേഗത തന്നിട്ടുള്ളത് കിലോമീറ്ററിലാണ്. അപ്പോൾ കിലോമീറ്ററിലുള്ളതിന് നമ്മൾ ആദ്യം എന്താക്കണം? മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. അതിന് 5/18 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 54നെ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ യൂണിറ്റ് എല്ലാം സെയിമായി മീറ്ററിൽ തന്നു.
നമ്മൾ വേഗതയും മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്, നമുക്ക് എന്താ കാണേണ്ടത്, സമയം കാണണം. സമയം കാണാനുള്ള ഇക്വേഷൻ ദൂരം ബൈ വേഗത. ഓക്കെ, സമയം കാണാനുള്ള ഇക്വേഷനാണ് ദൂരം ബൈ വേഗത. ദൂരം എത്രയാണ്, 225. വേഗത എത്രയാണ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 15. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 15 സെക്കൻഡ്. 1/2 പ്ലസ് 3/16 പ്ലസ് 5/64 എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ വലിയ ഛേദം എത്രയാണ്, 64. അപ്പോൾ ബാക്കിയുള്ള ഭിന്നസംഖ്യകളെയും 64ലേക്ക് ആക്കുക, എന്നിട്ട് കൂട്ടുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ 1/2 നമ്മൾ 64 ആക്കണമെങ്കിൽ 32 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. അപ്പോൾ മുകളിൽ 32 കൊണ്ട് ചെയ്യുക, 32/64 എന്ന് കിട്ടും. ഇനി 3/16, അപ്പോൾ 16 64 ആക്കണമെങ്കിൽ ഇൻറ്റു 4. അപ്പോൾ മുകളിൽ നമ്മൾ ഇൻറ്റു 4 ചെയ്തു. 3 × 4 12/64. ഇനി എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ കൂട്ടാം. 32 പ്ലസ് 12 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 64. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 49/64. ഒരു ക്ലാസ്സിൽ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി 43 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ചേർത്താൽ ശരാശരി ഭാരം എത്രയാണ്? അപ്പോൾ ആകെ 11 കുട്ടികളുണ്ട്. അതിൻ്റെ ശരാശരി 43 അത് രണ്ടും കൂടെ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഭാരം കിട്ടും. അപ്പോൾ ആകെ ഭാരം 473. ഇപ്പോൾ 40 കിലോഗ്രാം ഉള്ള കുട്ടി വന്നു, അപ്പോൾ അത് നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടി 513. ഇനി എന്ത് ചെയ്യാം, ശരാശരി അല്ലേ. അപ്പോൾ 513 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 11 പേരുണ്ടായിരുന്നു, ഒരാളും കൂടെ വന്നപ്പോൾ 12 പേരായി. അപ്പോൾ 12 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 42.75 എന്ന് കിട്ടും. അപ്പോൾ ഒറ്റയാനെ കണ്ടെത്തുക. ഇതിൽ നമുക്ക് അറിയേണ്ടത് പ്രൈം നമ്പേഴ്സ്, അതായത് അഭാജ്യ സംഖ്യകളാണ്. 179, 157, 113 ഒരു പ്രൈം നമ്പറാണ്. എന്നാൽ 164 ഒരു പ്രൈം നമ്പർ അല്ല, ഭാജ്യസംഖ്യയാണ്. അതുകൊണ്ട് നമ്മൾ 164 ഇതിൻ്റെ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1നും 4നും ഇടയിൽ വരുന്ന സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 1/2 നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കുക, 0.5 ആണ്. ഇനി 3/4 എന്ന് പറയുമ്പോൾ 3/4, 0.75. ഇനി 7/4 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അംശത്തിൽ ഒരു 0 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 70/4. അപ്പോൾ 1നേക്കാൾ കൂടുതൽ ഒരു വാല്യൂ തന്നെയാണ് വരുന്നത്, അപ്പോൾ അതതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇനി 7/2 ചെയ്യാം. 7/2 ചെയ്താലും അതെന്താണ്, അംശം വലുതായതുകൊണ്ട് എന്തായാലും അതിനേക്കാൾ വലുത് തന്നെയാണ്. ഇതിൽ നമുക്ക് 2 ഉത്തരം വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം തെറ്റാണ്. 3/4, 5/8 എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു എത്രയാണ്? ഇപ്പോൾ ലസാഗു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് കോമൺ വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇപ്പോൾ 3/4 നമ്മൾ എന്ത് ചെയ്യുക, ഛേദം സെയിം ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ 6/8 എന്ന് കിട്ടും, 5/8 എന്ന് കിട്ടും. അപ്പോൾ 6നും 5നും കോമൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഡയറക്റ്റായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 6 5 30, 8 8 64. ഇതിനൊന്നുകൂടെ ചെറുതാക്കിയാൽ 15/32. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.